തൃശ്ശൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മെഡിസിൻ്റെ സപ്ലൈയിലാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കേച്ചേരി ടു അക്കിക്കാവ് റോഡ് കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പന്നിത്തടം വരെയാണ് കേച്ചേരി റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, വൺ കോട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ റോഡിൻ്റെ ഇരു സൈഡ് കാനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കാറുകളായാലും ബസ്സായാലും എല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ റോഡായ കാരണം സൈൻ ബോർഡുകളോ സിഗ്നലുകളോ ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നമ്മുടെ പാടത്ത് കേച്ചേരി കഴിഞ്ഞ് കുറച്ചുകൊണ്ട് പോകുമ്പോൾ പാടത്ത് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഒരു കാറ് പാടത്തേക്ക് മറിഞ്ഞൊരു വീഡിയോ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ റോഡ് ആയ കാരണം ഗ്രിപ്പ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ അവരെ ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും ശ്രമിക്കാതെ പതുക്കെ പരമാവധി വണ്ടി ഓടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ റോഡ് കേച്ചേരി മുതൽ പന്നിത്തടം വരെ 6.1 കിലോമീറ്ററാണ്. അത് നിസ്സാര സമയം മതിയിട്ടാണ് കയറി പോകാനായിട്ട് നമുക്ക്. പിന്നെ അക്കിക്കാവ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 കിലോമീറ്ററുള്ളത്. ശരിക്കും ഗൂഗിൾ മാപ്പിൽ 11 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 22 മിനിറ്റാണ് പറയണത്. പക്ഷേ ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം അത്രയൊന്നും സമയം എടുക്കില്ല കേട്ടോ. കൂടി വന്നു കഴിഞ്ഞൊരു 15 അതുപോലെ തന്നെ 20 മിനിറ്റ് താഴെ വരുള്ളൂ. അത്രയും വരില്ലേ, 15-16 മിനിറ്റിനുള്ളിലൊക്കെ വരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലും തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ബാരിക്കേഡുകൾ ഒക്കെ അവർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈൻ ബോർഡുകളുടെ ഒരു കുറവ് ഉണ്ട്. അത് റോഡ് പണി കഴിഞ്ഞോടുകൂടി അക്കിക്കാവ് വരെയുള്ള റോഡ് പണി കഴിഞ്ഞോടുകൂടിയിട്ട് അതൊക്കെ നിലവിൽ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മെഡിക്കലിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ പെട്ടെന്ന് പന്നിത്തടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വഴിക്ക് കടന്നത്. കേച്ചേരി റോഡ് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് ഇന്ന് കടന്നത്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല റോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറൈസർ റോഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. ആകാശത്ത് ഒരു ഡ്രോൺ ക്യാമറയിലെടുത്തുള്ള ഒരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടാ. അപ്പോൾ തോന്നിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ റോഡ് കൂടെ ഒക്കെ നമുക്കൊന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നടന്നത്. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം നമ്മുടെ സർക്കാർ ചെയ്തതിന്. അത് എത്രയും പെട്ടെന്ന് മുഴുവൻ പണിയും കഴിഞ്ഞ് എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ട് വേഗം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പന്നിത്തടം എത്താൻ ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. ഇനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പന്നിത്തടത്ത് കുറച്ച് കടകളുണ്ട് സപ്ലൈക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോണത് പെരുമ്പിലാവിക്കാണ് പോകേണ്ടത്. പെരുമ്പിലാവിൽ കുറച്ച് കടയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ പന്നിത്തടം ടു അക്കിക്കാവുക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അവിടെ പണി നടക്കുന്ന കാരണം. അപ്പോൾ വീണ്ടും കുന്നോളം കൂടി നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വഴി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിടന്ന്. കുന്നോളത്തേക്ക് നേരെ പോകാനും പറ്റില്ല, കേച്ചേരിയിൽ അവിടെ പണി നടക്കുന്ന കാരണം നമുക്ക് ആ വഴിക്ക് പോകാനും പറ്റില്ല. കഴിഞ്ഞ ദിവസം ഈ പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ വണ്ടി ആക്സിഡൻ്റ് ആയത്. അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ആ പമ്പിന് ഓപ്പോസിറ്റായിട്ട് ഒരു കാറ് പോണതാണ്. പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ അതിനെ മുന്നിൽ വരുന്നുണ്ടായിരുന്ന വണ്ടിക്കാരൻ കണ്ട് വെട്ടിച്ച് അങ്ങനെ പോയിട്ടുള്ളതാണ് പുറത്തേക്ക്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുന്നിലുള്ള വണ്ടികളെ പരമാവധി ചവിട്ടി കൊടുത്ത് അവരെ കടത്തി വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കുന്നോളം ടച്ച് ചെയ്യാണ്ട് നമുക്ക് പെരുമ്പിലാവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിയാണ് എളുപ്പമുണ്ടാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കേച്ചേരി എന്നുള്ള വഴി ആദ്യമൊക്കെ ഭയങ്കര ദുർഘടമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുണ്ടും കുഴിയും ഭയങ്കര മോശമായിരുന്നു. കുറേ കാലത്തോളം ടാർ ചെയ്യാണ്ടും കാര്യങ്ങളൊക്കെ കിടന്നിരുന്ന റോഡാണ്. പിന്നെ അത് സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്ക് അത് വീണ്ടും റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടാണെന്നുണ്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഈ പമ്പിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ റൈറ്റ് സൈഡിലാണ്. അപ്പം വണ്ടി ഒരെണ്ണം താഴേക്ക് പോയിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡുകളിലാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നല്ല പോലെ ഡ്രൈവ് ചെയ്യുക, ഓക്കെ, ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച്
മുന്നോട്ട് യാത്ര ചെയ്യുക. എനിക്ക് ഈ റോഡ് പണിയിൽ ചെറിയൊരു അപാകത തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡൻ്റ് ആയി പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പാടം ആ കോൾപ്പാടം എത്തുന്നേക്കാളും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് സ്ഥലം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ടാർ ചെയ്യായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ടാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർക്ക് അവിടുത്തെ പ്രകൃതി ഭംഗി കാണാനായാലും, ഇതിപ്പോൾ റോട്ടിൽ നിർത്തേണ്ട അവസ്ഥയാണ്. അപ്പോൾ വീണ്ടും ആക്സിഡൻറ്റുകൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അത്ര തന്നെയാണ് ശരിക്കും എനിക്ക് ഈ റോട്ടിൽ കൂടെ വന്നപ്പോൾ തോന്നിയത്. പിന്നെ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണി കഴിയട്ടെ. അപ്പോൾ അധികം സമയം കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ഞങ്ങൾ വളർന്നു വരുന്ന ചെറിയ യൂട്യൂബേഴ്സാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.